ഭൂരിഭാഗം പ്രമേഹ രോഗികൾക്കുമുള്ള സംശയമാണ് ചോറ് കഴിക്കാമോ അഥവാ ചോറ് എത്ര കഴിക്കാമെന്നുള്ളത്. മലയാളിക്ക് സാധാരണമായി ഉച്ചഭക്ഷണം ചോറാണ്. ഒരു പ്ലേറ്റിന്റെ പകുതിയും ചോറാണ് എടുക്കുന്നത്. അതിനു പകരം പ്ലേറ്റിന്റെ പകുതി സ്ഥലത്ത് 2 തരം പച്ചക്കറി കൊണ്ടുള്ള കറിയും തൈര് ചേർക്കാത്ത പച്ചക്കറി സാലഡും, കാൽഭാഗം ചോറ്, ബാക്കി കാൽഭാഗം മീൻകറിയോ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് പരിപ്പ് കറിയോ വിളമ്പാം. ചോറ് മാക്സിമം 1.5 കപ്പ് വരെ എടുക്കാം. ഇനി അരിയും ഗോതമ്പും ഒന്നുപോലെ തന്നെയാണ്. പ്രമേഹ ബാധിതർ അരി പൂർണ്ണമായി ഒഴിവാക്കി പകരം ഗോതമ്പ് കഴിക്കണമെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. പ്രമേഹ ബാധിതർക്ക് അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഗോതമ്പ് കൂടുതൽ കഴിച്ചാലും അരി കഴിച്ച അതേ ഫലം തന്നെയാണ്. അതായത് ഗോതമ്പ് കഴിക്കുന്നവർ വളരെ മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. ലഘുഭക്ഷണം: കുതിർന്ന കടല വേവിച്ച് തേങ്ങ ചേർത്ത് കടുവറുത്ത് തയ്യാറാക്കുന്ന വിഭവം കഴിക്കാം. പയറ് മുളപ്പിച്ചത് കടുവറുത്ത് കഴിക്കാം. അവല് കൊണ്ട് തയ്യാറാക്കിയ ഉപ്പുമാവ് കഴിക്കാം. ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ ബ്രെഡും മില്ലി ചട്നിയും കഴിക്കാം. രാത്രി ഭക്ഷണം ചപ്പാത്തി മാത്രമാക്കുക. രാത്രി ഭക്ഷണത്തിന് ചപ്പാത്തി തന്നെയാണ് ഉത്തമം. പക്ഷേ ഓരോ ദിവസവും ഓരോ കറി മാറി മാറി കഴിക്കണം. ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങൾ കൂടുതലായി ഉപയോഗിക്കാം. എണ്ണയും തേങ്ങയും കുറച്ച് മാത്രം ഉപയോഗിക്കുക. കഴിക്കുന്ന ആഹാരത്തിന്റെ തോതും കുത്തിവയ്ക്കുന്ന ഇൻസുലിൻ ഡോസും പൊരുത്തമുള്ളവയായിരിക്കണം. ചിലതരം ആഹാരം എത്ര വേണമെങ്കിലും വയറു നിറയും വരെ കഴിക്കാം. ചുരയ്ക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക, തക്കാളി, ഉള്ളി, പീച്ചിങ്ങ തുടങ്ങിയവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങൾ വയറു നിറച്ച് കഴിക്കാം. പക്ഷേ എണ്ണയും തേങ്ങയും അളവ് കുറച്ച് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.